قال لا تخافا إنني معكما أسمع وأرى. بسم الله الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മൾ 62ാമത്തെ പാർട്ടിലാണ്. ഖുർആൻ പഠന ക്ലാസ്സിന് മറുപടി ആയിക്കൊണ്ട് ജബ്ബാർ നടത്തിപ്പോരുന്ന വ്യാജ ക്ലാസ് മറുപടി ആയിക്കൊണ്ട് നമ്മൾ നടത്തി പോരുന്നത്. ഇതിൽ ആമുഖമായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ കാണുന്ന വീഡിയോയിൽ 62 പാർട്ടുകളായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇദ്ദേഹം തുടർന്ന് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുഴുവൻ പാർട്ടുകളും ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാ പാർട്ടിലും നമ്മൾ ഇദ്ദേഹത്തിൻ്റെ എല്ലാ വിമർശനങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം ചെയ്യുന്ന വീഡിയോ മുഴുവനായിട്ടല്ല നമ്മൾ എടുക്കുന്നത്, അതിൽ ഏതെങ്കിലും ഒരു ഭാഗം നമ്മൾ എടുത്തിട്ടാണ് ചർച്ച ചെയ്യുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇദ്ദേഹം റിപ്പീറ്റ് ചെയ്തുകൊണ്ടാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ പാർട്ടിലും ഉൾക്കൊള്ളിക്കുന്നുണ്ട് ഈ ഇദ്ദേഹത്തിൻ്റെ എല്ലാ വിമർശനങ്ങളും. അതുതന്നെ ധാരാളം തന്നെയാണ്. അപ്പം അതാണ് ഈ ആമുഖമായിട്ട് പറയാനുള്ളത്. പിന്നെ ഈ വീഡിയോ കാണുന്ന ആളുകൾ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഒരിക്കലും ധനസമ്പാദ്യത്തിന് വേണ്ടിയല്ല, പണം സമ്പാദിക്കാനോ ഒന്നുമല്ല. നമ്മൾ ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ നമ്മൾ മോണിറ്റൈസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ പരസ്യം വരുന്നതുമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ നിന്നും ഒരു വരുമാനം നമുക്ക് കിട്ടുന്നില്ല. നമ്മളെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് സത്യം ബോധ്യപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ്. ഇതുകൊണ്ട് ഈ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ വരുമാനം വെച്ച് ജീവിക്കേണ്ട ഒരു ഗതികേടും നമുക്ക് ഉണ്ടായിട്ടില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനെ വിൽപ്പനയ്ക്ക് വെക്കുന്ന ഒരു ചരക്കായിട്ടല്ല നമ്മൾ കാണുന്നത്. ഇസ്ലാം അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ബാധ്യത ഓരോ മുസ്ലിമിൻ്റെയും ബാധ്യതയാണ്. അതിൽ ഏറ്റെടുത്ത് ആ ദൗത്യം നിർവഹിക്കുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഈ വീഡിയോ കാണുന്ന ആളുകൾ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളിൽ ഇതിൽ കമൻറ്റും ചെയ്യുക. അപ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് കിടക്കാം. എന്താണ് ഇദ്ദേഹം ഈ പ്രാവശ്യം കൊണ്ടുവന്നതെന്ന് കേൾക്കാം. അതിനുശേഷം മറുപടിയിലേക്ക് കിടക്കാം. എന്തൊരു കോമഡിയാണെന്ന് ആലോചിച്ചു. ആകയാൽ അള്ളാഹുവിനോട് കൂടെ വേറെ ഒരു ആരാധനയെയും നീ വിളിക്കരുത്, എന്നാൽ നീ ശിക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലായി തീരും. ഇവിടെ മുഹമ്മദിനെ തന്നെ അള്ളാഹു ഭീഷണിപ്പെടുത്തുകയാണ്. നീ അള്ളാഹു അല്ലാത്ത വേറെ വല്ല പടച്ചന്മാരെ ആരാധിക്കാൻ പോയി കഴിഞ്ഞാൽ നിനക്കും ശിക്ഷ കിട്ടും കേട്ടോ എന്ന് മുഹമ്മദിനെ അള്ളാഹു ചീത്ത പറയുന്നത് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്നതായിട്ടാണ് ഇവിടെ പറയുന്നത്. ഇതും മുഹമ്മദിന്റെ മനസ്സിലുള്ള ഒരു വ്യാപാരമാണ്. കാരണം മുഹമ്മദിന് ഇടക്കിടക്ക് ചാഞ്ചാട്ടം ഉണ്ടായിരുന്നു. അതിന്റെ തെളിവ് ഖുർആനിൽ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. ഈ ലാത്തനെയും ഉസൈനും മനാത്തിനെയും ഒഴിവാക്കാതെ അള്ളാഹുവിനെ മുഖ്യ ദൈവമായിട്ട് സ്വീകരിച്ചുകൂടെ എന്ന മക്കാരുടെ ആവശ്യത്തിന് മുമ്പിൽ പലപ്പോഴും മുഹമ്മദിന്റെ മനസ്സ് ചാഞ്ചാടുകയും ലാത്തയ്ക്കും ഉസൈക്കും മനാത്തയ്ക്കും അനുകൂലമായിട്ട് അവരെ അസിസ്റ്റന്റ് ദൈവങ്ങളായി അംഗീകരിക്കാം എന്ന നിലയിലേക്ക് മുഹമ്മദ് ഇടക്ക് ചിന്തിക്കുകയും അതിനനുസരിച്ച് ആയത്തിറക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആയത്തിറക്കിയപ്പോഴാണ് അത് ചെയ്ത്താൻ ആയത്താണെന്ന് പറഞ്ഞത്. അപ്പൊ ചെയ്ത്താൻ ആയത്തിറക്കാൻ കഴിയില്ല, ചെയ്ത്താൻ അവിടെ പോയി കട്ട് കേൾക്കാൻ കഴിയില്ല എന്ന് പറയുന്നതിന്റെ മറുപടി അത് അവിടെ തന്നെ ഉണ്ട്. കാരണം ആ ലാത്തയെയും ഉസയെയും മനാത്തയെയും നിങ്ങൾ കണ്ടില്ലേ, അത് ഉന്നതനായ ദൈവങ്ങൾ തന്നെയാണ് എന്ന് ആയത്തിറക്കാൻ ചെയ്ത്താൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? ചെയ്ത്താൻ അവിടെ പോയി കട്ട് കേട്ടിട്ടാ, അവിടെ പോയിട്ട് അള്ളാന്റെ കിതാബ് വെട്ടിക്കൊണ്ടതാ. ചെയ്ത്താൻ സ്വന്തം നിലയ്ക്ക് ഇവിടെ കുത്തിരിപ്പുണ്ടാക്കിയതല്ലേ. ചെയ്ത്താന് കുത്തിരിപ്പുണ്ടാക്കാൻ എന്തിനാണ് അള്ളാന്റെ കിതാബ് കട്ടുകൊണ്ടിരുന്നത്? അള്ളാഹത്തിന് പറയാനുള്ള കഴിവ് ചെയ്ത്താനില്ലേ? ഇത് ആ കഴിവ് ചെയ്ത്താനില്ല, അള്ളാന്റെ അടുത്ത് കൊണ്ടുവരാനുള്ള കഴിവ് ചെയ്ത്താനില്ല എന്ന് പറഞ്ഞാൽ ചെയ്ത്താനല്ല മുഹമ്മദിന്റെ ആയത്തിറക്കിയത് എന്നതിന് എങ്ങനെയാണ് തെളിവാക്കുക? ചെയ്യും. അപ്പോൾ ഇദ്ദേഹം ഒരു മിനിറ്റ് തന്നെ പല കാര്യങ്ങളാണ് കൊണ്ടുവരുന്നത്. ഒരു പരസ്പര ബന്ധമില്ലാത്ത രീതിയിലാണ് പറയുന്നതെങ്കിൽ പോലും ഇദ്ദേഹം ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ എന്തൊരു കോമഡിയാണ് അല്ലേ? അതെ, ഭയങ്കര കോമഡി ആയിട്ടാണ് ഇദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. എന്തായാലും നമുക്ക് ആ വിഷയത്തിലേക്ക് കിടക്കാം. ഒന്നാമതായിട്ട് ഇയാൾ പറഞ്ഞത് എന്താ വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെ വിമർശിക്കുന്നതായിട്ടാണ്, അള്ളാഹു നബിയെ തന്നെ ചീത്ത പറയുന്നത് അല്ലെങ്കിൽ വിമർശിക്കുകയാണ് ചെയ്യുന്നതെന്ന്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു നൽകുന്ന ഒരു ഇതാണ് ഉപദേശം അല്ലെങ്കിൽ ഒരു താക്കീതാണ്. ലോക ജനതയ്ക്ക് താക്കീത് നൽകാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട പ്രവാചകനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു കാര്യം എന്താണ്? അതായത് നീ തന്നെ അള്ളാഹുവിൽ പങ്കു ചേർത്താൽ നിനക്ക് കഠിനമായ ശിക്ഷയുണ്ടാകും. അത് ഏത് പ്രവാചകന്മാർ കടന്നു വരുന്ന സന്ദർഭത്തിലും അവരെ തന്നെ ആരാധിക്കുകയും അല്ലെങ്കിൽ അവർ വേറെ ആരെങ്കിലും ആരാധിക്കുകയോ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാലും അത് എന്ത് തന്നെ ആര് തന്നെ ആയാലും അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളത് കൊടും കുറ്റമാണ് എന്നുള്ളത് അറിയിച്ചു കൊടുക്കാനാണ് ഈ ആയത്ത് നമുക്ക് മനസ്സിലാവുന്നത്. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത പറയുകയല്ല അവിടെ ചെയ്യുന്നത്, നബിയെ തിരുത്തുകയല്ല അവിടെ ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും അങ്ങോട്ട് ചാടിയിട്ടുമില്ല, അത് വേറെ വിഷയം.
ഇയാൾ അത് ഒരുപാട് കളവുകളാണ് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇയാൾ പിന്നീട് പറഞ്ഞത് എന്താ വെച്ചാൽ ചെകുത്താൻ്റെ ആയത്തുണ്ട്. ഇയാളെ സംബന്ധിച്ചിടത്തോളം ചെകുത്താൻ പറഞ്ഞ സംഭവം ഉണ്ടോ? ഇല്ലല്ലോ. ചെകുത്താനില്ല, ഇബ്ലീസില്ല, മലക്കില്ല, ദൈവമില്ല, പ്രവാചകൻ തന്നെ ഉണ്ടോ എന്നുള്ള സംശയമാണ് ഇയാൾക്ക്. ഇത് മുഹമ്മദ് നബി തന്നെയാണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കെട്ടിച്ചമച്ചാണോ എന്നുള്ള സംശയാലുമാണ് ഇയാൾ. എന്തും ആവട്ടെ, ചെകുത്താനൊക്കെ പറ്റിയിട്ട് ഇയാൾ പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഇയാൾ ചെകുത്താൻ്റെ ആളാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ചെകുത്താനെ ഭയങ്കര പൊക്കി പറയില്ല ഇയാൾ. ശത്രുവിൻ്റെ ശത്രു മിത്രം എന്നാണല്ലോ. അതായത് എനിക്കൊരു ശത്രു ഉണ്ട്, ഇയാൾ എൻ്റെ ശത്രുവാണ്, എൻ്റെ ഒരു ശത്രു വേറെയുണ്ട്. അപ്പോൾ അയാളെ പിടിച്ചിട്ട് എന്താ ചെയ്യുക? മിത്രാക്കാം. അതേപോലെയാണ് ഇയാൾ. അതായത് ചെകുത്താൻ ഇബ്ലീസിൻ്റെ ഒക്കെ ഭയങ്കര സുഹൃത്താണ് ഇയാൾ. ഭയങ്കര കാര്യമായിട്ട് ശൈത്താൻ ഭയങ്കര ആളാണ്, നല്ല ആളാണ്, വെറുതെ അയാളെ പിടിച്ച് ശിക്ഷിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തള്ളനാണ് ഇടയ്ക്ക്. അതൊക്കെ വേറെ വിഷയം. അപ്പോൾ ഇതിൽ പറയാനുള്ളത് എന്താ വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാവട്ടെ, ഏതൊരു നബിയാവട്ടെ, അല്ലെങ്കിൽ ഏത് സാധാരണക്കാരനാവട്ടെ, ഏതെങ്കിലും ഒരു പണ്ഡിതനാവട്ടെ, ആരും ആയാലും അള്ളാഹുവിൽ പങ്കു ചേർക്കുക, ദൈവത്തിൽ പങ്കു ചേർക്കുക, ദൈവം രണ്ടുണ്ട് എന്ന് പറയുക, അല്ലെങ്കിൽ ദൈവത്തോടൊപ്പം വേറെ ആരെങ്കിലും വിളിച്ച് പ്രവർത്തിക്കുക, ഇതെല്ലാം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം കൊടൂരമായ ശിക്ഷ ആൾക്ക് ലഭിക്കുന്നതാണ്. ദൈവത്തെ തള്ളിക്കളയുക എന്നുള്ളത് കുഫർ അല്ലെങ്കിൽ അതിലേക്ക് എത്തപ്പെടുന്ന കാര്യങ്ങളും ഒക്കെ, ഷിർക്കിലേക്ക് എത്തപ്പെടുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹു പൂർണ്ണമായിട്ട് വിരോധിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം അവൻ ഉദ്ദേശിച്ചാൽ ആളുകൾക്ക് പുറത്തു കൊടുക്കും. ഒരാൾ ഷിർക്ക് ചെയ്തുകൊണ്ടാണ് മരണപ്പെടുന്നതെങ്കിൽ, അയാൾ പശ്ചാത്തപിക്കാതെയാണ് മരണപ്പെടുന്നതെങ്കിൽ അതിന് കൃത്യമായ ശിക്ഷ, അയാൾ ശാശ്വതമായ നരകത്തിലായിരിക്കും എന്നുള്ളതിൻ്റെ ഗൗരവത്തെയാണ് ഇവിടെ നബിയെ ചേർത്ത് പറയുന്നത്. അതുകൊണ്ട് നബി അങ്ങനെ ചാഞ്ഞു എന്നുള്ളതല്ല. പിന്നീട് ഇദ്ദേഹം പറയുന്നത് മറ്റേ ലാത്തയും ഉസ്സയും ഒക്കെ നല്ല ആളുകളാണ്, അവരെയും കൂടി ചേർത്ത് കൊണ്ട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. പിന്നീട് അത് ചെകുത്താൻ ഇറക്കിയ ആയത്താണെന്നൊക്കെ പറഞ്ഞു എന്നാണ്. എവിടെ? നല്ല തെളിവോടെ സാർ? അങ്ങനെ ഒരു ആയത്ത് എവിടെ ഇറങ്ങിയത്? ഇയാളെ മനസ്സിലിറങ്ങിയോ? അങ്ങനെ ഒരു ആയത്ത് ഇറങ്ങിയതായിട്ട് സഹീഹായിട്ടുള്ള ഹദീസോ അല്ലെങ്കിൽ ഖുർആനിലോ ഉണ്ടോ അങ്ങനെ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട്? ഇല്ല. ഇയാൾക്ക് എവിടുന്നൊക്കെ കിട്ടുന്ന ചില കഥകൾ മറ്റും എടുത്തു കൊണ്ടുവന്നിട്ട് ഇസ്ലാമിനെ വിമർശിക്കുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ പരിപാടി. ഓറഞ്ചിസ്റ്റുകളും ഖുർആൻ വിമർശകരും ആയിട്ടുള്ള ആളുകൾ എഴുതി വെച്ച ചില കാര്യങ്ങൾ ഇദ്ദേഹം കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്നൊരു ക്ലാസ് ആണെന്ന രൂപേണ ആളുകളെ പറ്റിക്കുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. അല്ലാതെ ഇദ്ദേഹമായിട്ട് കണ്ടെത്തിയ ഒരു കാര്യം ഇദ്ദേഹം പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇദ്ദേഹത്തിന് ഒരുപാട് ആളുകൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കണം. ഇപ്പോൾ എനിക്ക് വന്നത് LKG വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കാൻ പോകാറില്ല എന്നാണ്. അവിടെ കിട്ടുന്ന ശമ്പളത്തേക്കാളും കൂടുതൽ ഇദ്ദേഹത്തിന് ഈ യൂട്യൂബിൽ നിന്നും വരുമാനം കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹം റിട്ടയേർഡ് ആയതാണോ? ചില ആളുകൾക്കൊക്കെ ഉണ്ടാവും. ഇപ്പോൾ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ മരിക്കുന്നത് വരെ MP ആവുക, അല്ലെങ്കിൽ MLA ആവുക, മന്ത്രിയാവുക, ആ ഒരു ആഗ്രഹമായിരിക്കും. അവർക്ക് അത് നഷ്ടപ്പെടുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേപോലെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇയാൾ കുറേ LKG കുട്ടികൾക്ക് അല്ലെങ്കിൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ആളായിരിക്കാം. പിന്നീട് അയാൾ റിട്ടയർഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ വെറുതെ ഇരിക്കുകയാണല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒരു പണി വേണം. ഈ ക്ലാസ് എടുക്കുക എന്നുള്ളത് ഇല്ലാത്തൊരു ജോലി ഇയാൾക്കറിയില്ല. അല്ല, മേലണങ്ങിയിട്ട് പണിയെടുത്തിട്ടുള്ള ഒരു ഇതുണ്ടാവില്ല. അതുകൊണ്ട് ഈ സ്കൂളിൽ ടീച്ചർമാർ മേലെയാണെങ്കിൽ പണിയെടുക്കാത്തതാണ് എന്നൊന്നും വിചാരിക്കേണ്ടായിരുന്നു. അവർ നല്ല രീതിയിൽ പഠിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതൊക്കെ, ക്ലാസ് എടുക്കുന്നതൊക്കെ. ഇയാളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും എവിടെന്നെങ്കിലൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ട്, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്തത് എടുത്ത് വന്നിട്ട്, അല്ലെങ്കിൽ ഓറഞ്ചിസ്റ്റുകൾ എഴുതി വെച്ചത് എടുത്ത് കൊണ്ടുവന്നിട്ട് ഈ ചാനലിൻ്റെ മുന്നിൽ വന്നിരുന്ന് അങ്ങനെ വീഡിയോ ചെയ്യുക. ഇസ്ലാമിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അതേപോലെ അള്ളാഹുവിനെയും ഖുർആനെയും ഒക്കെ പരിഹസിക്കുക, കോമഡിയാണെന്ന് പറയുക, കോമഡി ഗ്രന്ഥാണെന്ന് പറയുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്തൊക്കെ തോന്നുന്നതാണെന്ന് പറയുക. ഇയാൾക്ക് എന്തൊക്കെയോ തോന്നുന്നുണ്ട്.
അതൊക്കെ ഇവിടെ വന്നിട്ട് വിളിച്ചു പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ പേരിൽ ആരോപിക്കുക എന്നുള്ളതാണ്. ഇയാൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒരു ഡോക്ടറെ പോയി കാണിക്കുക. എനിക്കിങ്ങനെ ചില തോന്നലുകളുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് അവിടെ നിന്ന് എടുത്തു തരുന്നതാണ് സാർ. അല്ലാതെ ഈ താങ്കൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ആ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കേണ്ടത് ഇസ്ലാമിൻ്റെ മേലോ അല്ലെങ്കിൽ ഖുർആൻ്റെ പേരിലോ പ്രവാചകൻ്റെ പേരിലോ അല്ല. കോടിക്കണക്കിന് ആളുകൾ ഈ പറഞ്ഞ, നിങ്ങൾ ഈ പറയുന്നുണ്ടല്ലോ എന്തോ പ്രശ്നമുണ്ട് എന്നൊക്കെ, ഈ പറഞ്ഞ ആളെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് ജീവിക്കുന്ന ആളുകളുണ്ട്. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? ഞാൻ ഇതിനു മുമ്പ് ചോദിച്ചിരുന്നു, നിങ്ങളെ ഫോളോ ചെയ്ത് കൊണ്ട് ജീവിക്കുന്ന ഒരു ഒറ്റ ആളെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല. ഓക്കെ, അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് തന്നെ ഈ വിഷയത്തിൽ പറയുന്നുണ്ട്. അത് ചെകുത്താനാണ് അല്ലെങ്കിൽ പിശാചാണ് ഇത് അവതരിപ്പിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇതേതുപോലുള്ള ഒരു അധ്യായമെങ്കിലും നിങ്ങൾ കൊണ്ടുപോകാ എന്നുള്ള ഒരു വെല്ലുവിളി തന്നെ അവിടെ ഉണ്ട്. അതിപ്പോഴും നിലനിൽക്കുന്നുണ്ടല്ലോ. നിങ്ങൾ വലിയ സംഭവമായിട്ട് പറയും ചെയ്യും. നിങ്ങളെ കൂട്ടത്തിൽ അറബി അറിയുന്ന ആളുകളുണ്ടല്ലോ, ഒരു അധ്യായങ്ങൾ കൊണ്ടുപോകാം. ഏറ്റവും ചെറിയ സൂറത്താണല്ലോ സൂറത്ത് കൗസർ, 3 ആയത്തുള്ളൂ, അതും ചെറുത്. അതുപോലെയുള്ള ഒരു അധ്യായമെങ്കിലും കൊണ്ടുപോകാം. കഴിയില്ലല്ലോ. അപ്പം നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ അത് കൊണ്ടുപോവാ, ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇത് സമ്മതിക്കുക. ഇല്ലെങ്കിൽ സമ്മതിക്കണ്ട, നിങ്ങൾ നിങ്ങളുടെ വഴികേട് തന്നെ ജീവിച്ചോളൂ. പിന്നെ നമുക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നമ്മളുടെ ബാധ്യത എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്ന് മാത്രമാണ്. നിങ്ങളുടെ അനുയായികളെ നിങ്ങൾ എത്രത്തോളം വഞ്ചിക്കുന്നുവോ അവർ നാളെ നിങ്ങളെ തള്ളിപ്പറയുന്ന ഒരു അവസരം വരും. എന്തായാലും ഞാൻ നിർത്തുകയാണ്. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.